ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരിച്ച് ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ബിഗ് ബോസ് താരത്തിനെതിരെ പരാതി നൽകി ഗുരുവായൂർ ദേവസ്വം. ഗുരുവായൂർ അമ്പലത്തിൽ പോയി റീൽസ് ചിത്രീകരണം. അടുത്ത ഇൻഫ്ലുവൻസറിന്റെ പ്രഹസനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യാൻ പാടില്ല, അവിടെ ഇങ്ങനെ ഒരു കാര്യം അനുവദനീയമല്ല എന്ന് ഹൈക്കോടതി വരെ ഉത്തരവിറക്കിയതാണ്. വാർത്തകളിലെല്ലാം വന്നതാണ്. എന്നിട്ടും ഈ റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിന് ഇതൊന്നും അറിയത്തില്ലേ? ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമില്ലാത്തവർ എന്നൊന്നും അല്ലല്ലോ അർത്ഥം. നല്ല ഇൻഫ്ലുവൻസ് സമൂഹത്ത് സൃഷ്ടിക്കുന്നവരായിരിക്കണം ഇൻഫ്ലുവൻസേഴ്സ്. എന്നാൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. ഇവർക്കൊക്കെ ഒറ്റ വിചാരമേ ഉള്ളൂ: റീല് ചിത്രീകരിക്കണം, ഇൻസ്റ്റഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും അപ്ലോഡ് ചെയ്യണം, ലൈക്ക് കിട്ടണം, ഷെയർ കിട്ടണം, കമന്റ് കിട്ടണം. ഇത് മാത്രമാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് എന്ത് പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിലായിട്ട് വന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് ആകും. ജാസ്മിൻ ജാഫറിനെതിരെ ഇപ്പൊ വലിയൊരു കേസ് വന്നേക്കാണ്. കേസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി കൊടുത്ത കേസല്ല, ദേവസ്വം ബോർഡ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്ത കേസാണ്. കാരണം ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രകുളത്തിലും അതിന്റെ പരിസരത്തും റീല് ചിത്രീകരിച്ചു. അവിടെ റീല് ചിത്രീകരിക്കാൻ പാടില്ല, ക്യാമറ അലൗഡ് അല്ല എന്ന് ഒരുപാട് വാർത്തകളിൽ നമ്മൾ കേട്ടതാണ്. വലിയ പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്, വലിയ വാർത്തകൾ പുറത്തു വന്നതാണ്. ഇത്രയൊക്കെ വാർത്തകൾ പുറത്തു വന്നിട്ടും അവിടെ പോയി ഈ പ്രഹസനം കാണിക്കാൻ തയ്യാറാകുന്നതിലാണ് ഏറ്റവും വലിയ അത്ഭുതം. വളരെ മോശമായിപ്പോയി. എന്തിനാണ് ഇത്തരം പ്രഹസനങ്ങൾ കാണിക്കുന്നത്? അതും ജാസ്മിൻ എന്ന് പറയുന്ന യുവതി ഒരു അന്യമതസ്ഥയാണ്. അതാണ് ഈ പ്രശ്നത്തിന്റെ ആക്കം കൂട്ടുന്നത്. നമ്മൾ ഈ മതം ഒന്നും പറയാൻ പാടില്ല എന്ന് പറയും, പക്ഷേ അതൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഇതുപോലെയുള്ളൊരു തോന്നിവാസം തന്നെ പറയാം. കാരണം ഒരു ക്ഷേത്രം, അതിനെ ചുറ്റിപ്പറ്റി കുറെ നിയമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾ അനുസരിക്കുന്നവർ മാത്രം ആ ക്ഷേത്രത്തിൽ പോയാൽ മതി. അത് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലല്ലോ. ടൂറിസ്റ്റ് പ്ലേസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് അവിടെ പോകാം. എന്നാൽ ചില ടൂറിസ്റ്റ് പ്ലേസിൽ അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് ആ സ്ഥലത്ത് പോലും പ്രവേശിക്കാൻ പാടുള്ളൂ. നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിൽ, നമ്മുടേതായിട്ടുള്ള ഏരിയയിൽ നമുക്ക് ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പബ്ലിക്കിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള നിയമങ്ങൾ അനുസരിച്ച് അവിടെ ഇത് അനുവദനീയമാണെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. ഏതായാലും നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടു നോക്കാം. ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരിച്ച ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പരാതി. ഗുരുവായൂർ ദേവസ്വമാണ് പോലീസിൽ പരാതി നൽകിയത്. വിലക്ക് മറികടന്ന ജാസ്മിൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളത്തിൽ കാൽ കഴുകി റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എന്താണ് പരാതിയിലെ വിശദാംശങ്ങൾ? കഴിഞ്ഞ 3 ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ബിഗ് ബോസ് താരമായ ജാസ്മിൻ ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ എത്തുകയും അവിടെ കാൽ നനച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത്. എന്നാൽ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ക്ഷേത്രകുളത്തിൽ ഇറങ്ങുന്നതും ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചതിനെതിരെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. മതവൈരാഗ്യം അടക്കം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതാണ്. കലാഭവന പ്രകാരമുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. കേസ് എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് വരികയാണ്. നിയമവശങ്ങൾ പരിശോധിച്ച് കേസെടുക്കുന്നത് അടക്കം തുടർ നടപടികളായി സ്വീകരിക്കുമെന്നുമാണ് ടെമ്പിൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. 3 ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫറിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഇത്തരത്തിൽ വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് ജാസ്മിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നേരത്തെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെത്തി ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്ത കോഴിക്കോട് സ്വദേശിയായ മറ്റൊരു യുവതിക്കെതിരെയും ദേവസ്വം പരാതി നൽകുകയും ടെമ്പിൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സമാനമായ സംഭവമാണ് ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടികളുമായി കണ്ടല്ലോ, നല്ല വിഷയമായിട്ടുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ എത്ര വാർത്തകൾ വന്നു. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ജാസ്മിൻ ആ വീഡിയോ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റോറി ഇട്ടു. സ്റ്റോറിയിൽ ജാസ്മിൻ മാപ്പ് പറയുന്നുണ്ട്, തന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ അല്ല, മറ്റെല്ലാ ഇൻഫ്ലുവൻസേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ബന്ധപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ആ ആരാധനാലയം നോക്കി നടത്തുന്ന ആൾക്കാരുണ്ട്, അധികാരികളുണ്ട്. ഇപ്പൊ ദേവസ്വം ബോർഡ് അതിന് വേണ്ടിയിട്ടാണല്ലോ. അവരോടൊക്കെ ഒരു അനുവാദം വാങ്ങിക്കുക, അവിടെ പോയി അറ്റ്ലീസ്റ്റ് ചോദിക്കുക, ഇവിടെ റീൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? മാത്രമല്ല ഗുരുവായൂർ അമ്പലത്തിൽ അത് പറ്റത്തില്ല, ഹൈക്കോടതി വിലക്കുണ്ട്, അങ്ങനത്തെ പ്രഹസനങ്ങളൊന്നും തന്നെ അവിടെ പോയി കാണിക്കണ്ട എന്ന് എനിക്കൊന്നു കേരളം മുഴുവൻ വാർത്തയായതാണ്. എല്ലാ ന്യൂസ് ചാനലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ സമൂഹത്ത് ജീവിക്കുമ്പോൾ ഈ സമൂഹത്ത് എന്താണ് നടക്കുന്നത് എന്നെങ്കിലും ഉള്ളൊരു ബോധമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ഇൻഫ്ലുവൻസറാണ്?
കുറേ ക്രീമും വാരിപ്പൊത്തി അല്ലെങ്കിൽ കുറേ ക്രീമിൻ്റെയും പ്രൊമോഷൻ ചെയ്ത് കുറേ ഡ്രസ്സിൻ്റെയും പ്രൊമോഷൻ ചെയ്തിട്ട് ഒട്ടും സമൂഹത്തിനൊട്ടും യോജിക്കാത്ത രീതിയിൽ വെറുതെ നടന്നാൽ മാത്രം പോരാ. നമ്മളൊരു സാമൂഹിക ജീവിയാണ്, നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ വാർത്തകൾ വരുന്നു, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. കാരണം പബ്ലിക്കിന്റെ മുമ്പിലാണ് നമ്മൾ ഇതെല്ലാം കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നത്. തെറ്റ് പറ്റും, തെറ്റ് തിരുത്താൻ കാണിച്ചാൽ മതി, മനസ്സ് കാണിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ കേസായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാസ്മിൻ ഒരു മുസ്ലിമാണ്. പുള്ളിക്കാരി കറക്റ്റായിട്ട് അതൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും പുള്ളിക്കാരി ഒരു മുസ്ലിമാണ്. അപ്പോൾ ആൾക്കാർ നോക്കുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും ഇതിനെ ആൾക്കാർ വിലയിരുത്തുന്നത്? ഒരു മുസ്ലിം യുവതി പോയി ആ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രകുളത്തിൽ പോയി കാല് കഴുകുന്നു. ഭക്തജനങ്ങളൊക്കെ തന്നെ ക്ഷേത്രകുളത്തിൽ കാലൊക്കെ കഴുകിയിട്ടാണ് അമ്പലത്തിൽ കയറുന്നത്. ജാസ്മിൻ കാല് കഴുകിയത് കൊണ്ട് ഉള്ള പ്രശ്നമല്ല, ജാസ്മിൻ അവിടെ പോയി റീല് ചിത്രീകരിച്ചു. അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ജാസ്മിൻ അവിടെ പോയി റീല് ചിത്രീകരിക്കുമ്പോൾ ബാക്കി ഇൻഫ്ലുവൻസേഴ്സും വിചാരിക്കും, ജാസ്മിന് നല്ല ഇത് കിട്ടിയല്ലോ, ലൈക്കും ഷെയറും കിട്ടി, നമുക്ക് എല്ലാവർക്കും അവിടെ പോകാമെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ നിയമങ്ങൾ മുഴുവനായിട്ട് ലംഘിക്കുകയാണ്. അപ്പോൾ ഇപ്പം ആൾക്കാർ നോക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ഭക്തജനങ്ങൾ, വിശ്വാസികൾ നോക്കുമ്പോൾ ഒരു മുസ്ലിം യുവതി അവിടെ പോയി നിയമങ്ങൾ ലംഘിച്ചു, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, നമ്മുടെ മതത്തെ സ്നേഹിക്കുന്നില്ല, റെസ്പെക്ട് ചെയ്യുന്നില്ല, നമ്മുടെ മതത്തിലേക്ക് ഇടിച്ചു കയറി വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന രീതിയിലായിരിക്കത്തില്ലേ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഈ ഒരു കാര്യം പോകുന്നത്? അപ്പോൾ അവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിച്ചത്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരം തെറ്റായ എക്സാമ്പിളുകൾ കാണിക്കാതിരിക്കാം. ഇത്തരത്തിൽ പല ഇൻഫ്ലുവൻസേഴ്സും പ്രഹസനം കാണിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു നിയമം വന്നത്. നേരത്തെ മറ്റ് ഭക്തജനങ്ങൾക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കാമായിരുന്നു, റീൽസ് ഷൂട്ട് ചെയ്യാമായിരുന്നു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ടേ ഉള്ളൂ വളരെ കർശനമായിട്ട് ഈ നിയമം നിലവിൽ വന്നത്. ഈ നിയമം നിലവിൽ വന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രഹസനം കാണിക്കുന്ന പ്രഹസനോളികൾ കാരണം അവിടെ പോയി ദൂരദേശത്തു നിന്നൊക്കെ ഗുരുവായൂരമ്പലം കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസവും 2 ദിവസവും ഒക്കെ എടുത്ത് യാത്ര ചെയ്തിട്ടായിരിക്കും അവർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു മെമ്മറിയാണ് അവിടെ പോയിട്ടൊരു ഫോട്ടോ എടുത്ത് വെക്കുക എന്ന് പറയുന്നത്. അതിന് പോലും ഇപ്പോൾ അനുവാദമില്ല. സാധാരണക്കാർ അവിടെ ഒരു ക്യാമറ കൊണ്ട് പോയാൽ അല്ലെങ്കിൽ ഫോൺ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചോണ്ട് പോകും. പക്ഷെ ഇവർക്കൊക്കെ എന്താണ് ഇത്ര വലിയ തലക്കനം? ഇവർക്കൊക്കെ എന്താണ് ഇത്ര കൊമ്പുണ്ടോ? അപ്പൊ ജാസ്മിൻ ജാഫർ അവിടേക്ക് റീല് ചിത്രീകരിക്കാൻ പോകുന്ന സമയത്ത് ക്യാമറാമാനും എല്ലാവരും കാണുമല്ലോ. അപ്പൊ ഇവരെയൊക്കെ ആരാണ് അവിടേക്ക് കടത്തിവിട്ടത്? വലിയ പ്രശ്നമാണ്, വലിയ ഇഷ്യൂ ആകുന്ന കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ അനാവശ്യമായിട്ട് തെറ്റായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യാതെ ഇരിക്കുക. ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേർക്ക് മാതൃകയായിരിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കും, അവർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അതിൽ ഇൻഫ്ലുവൻസ് ആവും. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നേരെ ചൊവ്വേ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. അങ്ങനെ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് മുമ്പിൽ ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യാതെ ഇരിക്കുക. ജാസ്മിന് പോയി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ, ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്. കേരളത്തിൽ വീഡിയോയും ഫോട്ടോസും ഒക്കെ ചിത്രീകരിക്കാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്. അവിടെ പോയി എടുക്കാമല്ലോ. ഗുരുവായൂർ തന്നെ പോകണമെന്ന് എന്താണ് നിർബന്ധം? ടൂറിസ്റ്റ് പ്ലേസ് അല്ല, അത് നമ്മൾ മനസ്സിലാക്കുക. ഏത് മതത്തിന്റെ ആരാധനാലയമാണെങ്കിലും അത് ടൂറിസ്റ്റ് പ്ലേസ് അല്ല, അതൊരു സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ആൾക്കാർ, ഭക്തജനങ്ങൾ അവരുടെ മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ടും ദൈവത്തോട് അടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്നതാണ്. പലർക്കും പല വിശ്വാസങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ വിശ്വാസമുള്ള ആൾക്കാരാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് അവിടെ പോയി ഇത്തരം പ്രഹസനങ്ങൾ കാണിച്ച് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരിക്കാം. ഇൻഫ്ലുവൻസർ ആയിട്ടിരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ അറിവില്ലായ്മയാണ്, തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റായ എക്സാമ്പിൾ, തെറ്റായ മാതൃക കൊടുത്തതിന് ശേഷം തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരുപാട് ആൾക്കാർ അത് കാണാനും തയ്യാറാണ്, അത് ഫോളോ ചെയ്യാനും തയ്യാറായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ബിവെയർ.